ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചോക്ക എന്നിവർക്ക് പുറമെ 5 പേർ കൂടി എക്സൈസ് വകുപ്പ് നോട്ടീസ് അയച്ചു. കൊച്ചിയിലെ മോഡൽ, മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച ഹാജരാക്കാനാണ് നിർദ്ദേശം. മനീഷ് മൊഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇവർക്ക് നോട്ടീസ് കൊടുത്തതേ ഉള്ളൂ, അതോ ഇവരൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് എക്സൈസ് വകുപ്പ് സംശയിക്കുന്നുണ്ടോ? SKN ഈ രണ്ട് താരങ്ങൾ ഷൈൻ ടോം ചാക്കയും ശ്രീനാഥ് ഭാസിക്കും പുറമെ മറ്റു ചിലർക്ക് കൂടി നോട്ടീസ് കൊടുത്ത വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അത് ആരൊക്കെയാണെന്നുള്ള കൃത്യം പേര് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ 3 പേർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അണിയറ പ്രവർത്തകൻ, ഒപ്പം തന്നെ ഒരു മോഡൽ, ഒപ്പം തന്നെ ഒരു മുൻ ബിഗ് ബോസ് താരം എന്നീ 3 പേർക്ക് കൂടി ഇന്നലെ എക്സൈസ് സംഘം നേരിട്ടെത്തി ഇവർക്ക് നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ 28-ന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. SKN ചോദിച്ചതുപോലെ ഈ 3 പേർക്ക് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഇപ്പോൾ പുതിയതായി നോട്ടീസ് അയച്ച 3 പേർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഈ ലഹരി കേസിൽ പിടിയിലായ തസ്ലീമ സുൽത്താനേമ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലഹരി ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ത്രീയുമായി എന്ത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തികം വാങ്ങിയതും കൊടുത്തതും എന്നുള്ള കാര്യമാണ് എക്സൈസ് സംഘത്തിന് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഈ 3 പേർക്ക് കൂടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിക്കുന്നത്. ഇന്നലെ ഈ 3 പേരെയും, കേസിലെ 3 പ്രതികളെയും ഇന്നലെ എറണാകുളത്ത് എത്തിച്ച് അവിടെ ലോഡ്ജുകളിൽ അവിടെ എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച സ്ഥലമായ ആലപ്പുഴ ഓമനപ്പുഴയിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അങ്ങനെ 4 സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി. ഇന്ന് ഇവരുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഇനി എക്സൈസ് സംഘത്തിന് അറിയേണ്ടത് 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്നതിൽ 3 കിലോ പിടികൂടി. അങ്ങനെയാണെങ്കിൽ ഈ 3 കിലോ എവിടെയാണ്? ഈ നിലവിൽ ഈ 5 പേരുമായി ഇവർ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 കിലോ ആർക്കാണ് കൈമാറിയിട്ടുള്ളത്? പക്ഷേ ഇപ്പോഴും പ്രതികൾ പറയുന്ന മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട്. ഈ 3 കിലോ കഞ്ചാവ് കൈമാറിയ വിവരത്തെപ്പറ്റി ഒരു തരത്തിലുള്ള സൂചനയും ഈ പ്രതികൾ എക്സൈസ് സംഘത്തിന് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ താരങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതികൾ സ്വീകരിക്കുന്നത്. അതായത് ശ്രീനാഥ് ഭാസിയുമായും ഷൈൻ ടോം ചാക്കയുമായും ഒരു തരത്തിലുള്ള ഇടപാടുകൾ, ലഹരി ഇടപാടുകളില്ല, ഇവർ തങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് മാത്രം പറയുകയാണ്. പക്ഷേ അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ട ശ്രീനാഥ് ഭാസിയുടെ ഫോണിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് വേണമോ എന്ന് തസ്ലീമ ചോദിക്കുന്ന ചാറ്റും, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി വെയിറ്റ് എന്ന് പറയുന്ന മറുപടി ചാറ്റും എക്സൈസ് സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ചാറ്റ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതുകൊണ്ട് ഈ താരങ്ങളുമായി മറ്റ് ഇടപാടുകൾ ഉണ്ടെന്ന ബലമായ സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ 2 പേരെ ഇനി 28-ന് ഹാജരാക്കും. അതായത് ഈ ചോദ്യം ചെയ്യാൻ എത്തുന്ന സമയത്ത് ഇത്തരം വിവരങ്ങൾ എക്സൈസ് സംഘത്തോട് താരങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയാണെങ്കിൽ കൂടി അടുത്ത ദിവസം മറ്റൊരു കസ്റ്റഡി കാലാവധി അപേക്ഷ കൂടി കൊടുത്ത് ഈ 3 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ മേടിച്ച് വീണ്ടും ചോദ്യം ചെയ്യാൻ എക്സൈസിന്റെ തീരുമാനം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 3ാമത്തെ പ്രതി ഫിറോസ് പറയുന്നത് തന്നെ ഈ കേസിൽ നിരപരാധിയാണെന്നാണ്. അത്തരം കാര്യങ്ങൾ എക്സൈസ് വിശ്വാസയോഗത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇനി വീണ്ടും കസ്റ്റഡി കാലാവധിക്ക് വേണ്ടി എക്സൈസ് അപേക്ഷ നൽകും. SKN മനീഷ് മൊഹിവാലാണ് ആലപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്.